നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ലതുപോലെ പോകുന്നൊരു ഫ്രൈ ഉണ്ടാക്കിയാലോ. മലക്കറി കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. എനിക്ക് ഒരേ ഒരു ഐറ്റം മാത്രം മതി, നമ്മുടെ പച്ചക്കായ. അത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ നന്നായി കളഞ്ഞെടുക്കണം. ക്യാമറ വെച്ചതൊന്ന് ചെറുതായിട്ട് മാറിപ്പോയി, അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അതിൻ്റെ തോലെല്ലാം നന്നായിട്ട് ചീവി വൃത്തിയാക്കി എടുക്കുക. പിന്നെ കാ അരിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലും കത്തിയിലൊക്കെ എണ്ണ പുരട്ടണം നല്ലതാണ്. പച്ചക്കായ്ക്ക് ചെറിയൊരു കറ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ കയ്യിൽ പറ്റുമ്പോൾ നല്ല ഒരു കറുപ്പ് പോലെ വരും. അത് ഒഴിവാക്കാനും നമ്മൾ അരിയുന്ന പച്ചക്ക കറുക്കാതിരിക്കാനും ആ ഓയിൽ സ്പ്രെഡ് ചെയ്യണം നല്ലതാണ് കേട്ടോ. അതെല്ലാം നന്നായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഞാൻ വീണ്ടും അരിഞ്ഞിടുകയാണ്. ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ വേണം, കുറച്ച് കട്ടി കുറച്ച് നന്നായിട്ട് അരിഞ്ഞിടണം. സാധാ വെള്ളം കേട്ടോ, ചൂടൊന്നുമില്ല, സാധാ നമ്മുടെ പച്ചവെള്ളം. കറ പോകാൻ വേണ്ടിയിട്ട് അരിഞ്ഞെണ്ണേ. എൻ്റെ അമ്മയൊക്കെ ഇത് നമ്മുടെ അരി കഴുകുന്ന വെള്ളമില്ലേ അതിലോ അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ ഇട്ട് വയ്ക്കും കേട്ടോ. അപ്പം അമ്മ പറയും കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകണം നല്ലതാണ്, കറ പോകുമെന്ന് പറയും. എന്നിട്ട് നല്ല വെള്ളത്തിൽ വീണ്ടും കഴുകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടു നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊന്നും തോരാനായിട്ട് കാത്തിക്കണമെന്നൊന്നുമില്ല, നമുക്കിങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, മംഗളകരമായി. ആദ്യം മഞ്ഞൾപ്പൊടി തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. എരിയൊക്കെ നമ്മുടെ അനുസരണം എണ്ണം കിട്ടും. 1 2 ആക്കാം, ഒരുപാട് ചേർക്കണ്ട, ചിലപ്പം ഇത് കരിഞ്ഞു പോകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇനി ഒരു സാധനം കൂടി ഉണ്ട്, അതാണ് മെയിൻ. പിന്നെ ഞാൻ കുറച്ച് മസാല ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല ചേർത്ത് അത് വേണമെന്നുള്ളവർക്ക് അതിടാം, ഗരം മസാല വേണമെങ്കിൽ അതിടാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഉലുവയും കുരുമുളകും കൂടെ പൊടിച്ചതിട്ടിട്ടുണ്ട്. നമുക്കിതിലൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇഞ്ചി പച്ചമുളക് അരച്ചതും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ തൽക്കാലം ചേർക്കുന്നില്ല, കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇഞ്ചിയും പച്ചമുളകും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചേർക്കുന്നതാണ് നമ്മുടെ മെയിൻ ഐറ്റം, റവ. അത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ റവയും നമ്മുടെ ചേർത്തേക്കുന്ന മസാലയും എല്ലാം നന്നായിട്ട് പിടിക്കണം. ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യാതെയാണ് ചേർക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ കായയില്ലേ, പച്ചക്കായ, അത് ഇതിലോട്ട് ഇടയാണ് വേണ്ടത് കേട്ടോ. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വിരകി ആ പച്ചക്കായയിൽ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അത് കരിയത്തില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഓവർ ആവുകയാണെങ്കിൽ, ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കായിൽ നിന്നുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ മൊത്തം ഒന്ന് എടുത്തു. അതൊന്നൊരു 10-15 മിനിറ്റോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് വയ്ക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുന്നു, പാത്രം വയ്ക്കുന്നു, എണ്ണ ഒഴിക്കുന്നു. ഞാനിവിടെ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇന്ന എണ്ണയൊന്നുമില്ല. എന്നിട്ട് ഓരോന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ കരിയരുത്, ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനങ്ങനെ ഓരോന്നായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. റവ ആയതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല, ആ എണ്ണയിൽ തന്നെ കാണും കേട്ടോ.
ഉണ്ട്. ഇനി ഇത്രയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, 4 മണിക്ക് ജസ്റ്റ് ഒരു കടിയായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ളൊരു സാധനം തന്നെയല്ലേ, ചിലവും കുറവാണ്. ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.